മലബാർ മഹോത്സവം സീസൺ 3യുടെ ഭാഗമായുള്ള ബിൻമൂൺ മെഗാ മ്യൂസിക്കൽ ഫെസ്റ്റ് കേരളത്തിലെ പ്രശസ്തരായ ഗായകന്മാർ അണിനിരക്കുന്ന സംഗീത അനർഗളമായ നാദധാരികളിലൂടെ സംഗീതത്തിന്റെ അഭൗമിക മേഖലകളിലേക്ക് ആസ്വാദകരെ ആനന്ദത്തിൽ ആറാടിച്ച അനുഗ്രഹീത ചലച്ചിത്ര പിന്നണി ഗായകൻ ശ്രീ അഫ്സൽ. അദ്ദേഹത്തോടൊപ്പം നിരവധി സിനിമകൾക്ക് വേണ്ടി സംഗീതമാലപിച്ച പ്രിയപ്പെട്ട സിനിമാ പിന്നണി ഗായിക അഖില ആനന്ദ്. കൂടാതെ കേരളത്തിലെ നിരവധി പെർഫോമൻസ് ആർട്ടിസ്റ്റുകളും വേദിയിൽ ഒന്നിച്ചണിനിരക്കുന്നു. വളരെ നല്ല ഒരു പരിപാടിയായിരുന്നു. എല്ലാവരും മുഴുവൻ ജനങ്ങളും ആസ്വദിച്ച വളരെ ഗംഭീരമായ ഒരു പരിപാടിയായിരുന്നു സംഘടിപ്പിച്ചത്. നല്ല നിലവാരം ഉയർത്തി, നല്ല പാട്ട്. പിന്നെ നമ്മളെ നാട്ടിൽ അടുത്ത കാലത്തൊന്നും ഇത്രയും നല്ലൊരു പരിപാടി ആരും നടത്തിയില്ല. കൊണ്ടും ടെക്നോളജിയും വളരെ ഗംഭീരമായിരുന്നു. ലൈറ്റ്, സൗണ്ട് എല്ലാം തന്നെ നല്ല പരിപാടിയായിരുന്നു. മാന്ത്രിക സംഗീതത്തിന്റെ മാസ്മര ഭാവങ്ങൾ ഉണർത്തുന്ന കേരളത്തിന്റെ വിശിഷ്യ കണ്ണൂരിന്റെ പ്രിയങ്കരി വേദമിത്ര. വയലിൻ തന്ത്രികളിൽ നിന്നും പൊഴിഞ്ഞു വീഴുന്ന സംഗീതത്തിന്റെ രാഗഭാവങ്ങൾ. അല്ല, നിങ്ങൾ അവിടെ നിന്നപ്പോഴാണെങ്കിലും അവരെ എനിക്ക് വളരെ കാമൻ ക്വയറ്റ് ആയിട്ട് അവരവരുടേതായ രീതിയിൽ എൻജോയ് ചെയ്തു. നോക്കുന്നില്ല. അപ്പൊ താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹരിതാ മനോഹര ഗ്രാമം എൻ പയ്യാവൂർ ഗ്രാമം കണ്ണൂരിൻ മണിമുത്തല്ലോ എൻ പയ്യാവൂർ ദേശം നിറഞ്ഞ മാമല അതിർത്തി കാക്കും പയ്യാവൂർ ദേശം സ്നേഹത്തിൻ മത സൗഹാർദ്ദത്തിൻ നിറഞ്ഞ ഭൂവനമേ ഞങ്ങൾ വളർന്ന ഭൂമികയേ. നിങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മലബാർ പയ്യാവൂർ പ്രവാസി കൂട്ടായ്മയുടെ പ്രോഗ്രാം കണ്ടായിരുന്നോ? എങ്ങനെയുണ്ടായിരുന്നു പരിപാടി? ഇഷ്ടപ്പെട്ടായിരുന്നു പരിപാടി? വയലും വായിച്ച ആളാണ് ഇഷ്ടപ്പെട്ടെ? ഓക്കെ, മോക്കനെ ഇഷ്ടപ്പെട്ടെ? ആണോ? ലൈറ്റ് ഇഷ്ടപ്പെട്ടോ? സൗണ്ടോ? സൂപ്പറായിരുന്നു. മൊത്തത്തിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു? ഓക്കെ. ഇപ്രാവശ്യത്തെ ഗാനമേള നല്ല പയ്യാർ നിങ്ങളുടെ പ്രവാസികളുടെ കഷ്ടപ്പാടിൻ്റെ ഒരു വില എന്നാണെങ്കിലും നാടിനും മൊത്തത്തിൽ അനുഭവിക്കാൻ പറ്റും. അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ ഇത്രയും നല്ലൊരു പ്രോഗ്രാം ഇവിടെ നടത്താൻ ഇവിടെ പള്ളിയോ അമ്പലോ എല്ലാ സംവിധാനങ്ങളും കമ്മിറ്റിക്കാരും എല്ലാം കൂട്ടിയിട്ട് ഇതുവരെ അങ്ങനെ ഒരു സംഭവങ്ങൾ എന്തെങ്കിലും പ്രശ്നമില്ലാതെ നടന്നിട്ടില്ല. പക്ഷേ എല്ലാ പള്ളികളിലാണെങ്കിലും 50 പേരൊക്കെ ഒരു ഗാനമേള നടത്തിയാൽ അന്ന് അടിയുള്ളതാണ്. പക്ഷെ അതുപോലും ഇല്ലാതെ ഇത്രയും നല്ലൊരു പരിപാടി ഇവിടെ നടത്താൻ നിങ്ങളെയും കൊണ്ടേ പറ്റുള്ളൂ. അത് നിങ്ങളുടെ കൂട്ടായ്മ വെച്ചാൽ
സ്പെഷ്യൽ കൺഗ്രാജുലേഷൻ എല്ലാവർക്കും. ഓക്കെ. അടുത്ത വർഷം എന്നാ പ്രോഗ്രാം എന്നുള്ളത് പെട്ടെന്ന് തന്നെ പ്ലാൻ ചെയ്ത് വളരെ മാത്രമേ ഉള്ളൂ. നല്ല സൂപ്പർ പരിപാടിയായിരുന്നു. ഈ ഏരിയയിലൊന്നും ഇങ്ങനത്തെ ഒരു പരിപാടി വന്നിട്ടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ആൾക്കാരെല്ലാവർക്കും കാണാമല്ലോ. അതാണ് ഏറ്റവും വലിയ നല്ല പരിപാടിയാണ്. ഒരുപാട് സമയത്തേക്കൊന്നും നിൽക്കുകയല്ലോ. വലിയ ഗ്രൂപ്പായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. അറിഞ്ഞു കേട്ടവരൊക്കെ അപ്പൊ തന്നെ 10 മണിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. ഇഷ്ടം ഞങ്ങൾ പോരുമ്പോഴും ആളിങ്ങോട്ട് വരുന്നുണ്ട്. ഓട്ടം പോയാലൊക്കെ സ്ക്രീനിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് ദൂരെ നിൽക്കുന്ന ആൾക്കാരൊന്നും കാണാൻ പറ്റുമായിരുന്നു. അത്ര ഒരു വലിയ പരിപാടിയൊന്നും ഇവിടെ ഒരിക്കലും വന്നിട്ടില്ല. പലതായെന്നാലും കാലങ്ങൾ കുറയായെന്നാലും ഞങ്ങൾ പയ്യാവൂർ പ്രവാസികൾ തൻ ഒരുമയിലൊരു ഗണമുണരുകയാണല്ലോ. ഞങ്ങൾ പയ്യാവൂർ പ്രവാസികൾ തൻ ഒരുമയിലൊരു ഗണമുണരുകയാണല്ലോ. അതിർത്തി കാക്കും പയ്യാവൂർ ദേശം സ്നേഹത്തിൻ മതസൗഹാർദ്ദത്തിൻ നിറഞ്ഞ ഭുവനമേ ഞങ്ങൾ വളർന്ന ഭൂമികയേ. പരിപാടി അടിപൊളിയായിരുന്നു. അത്യാവശ്യം എൻജോയ് ചെയ്തു. പിന്നെ ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേക്ക് അത്യാവശ്യം അടിച്ചുപൊളി പാട്ടൊക്കെ വന്നു. നല്ല രസമുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു മറ്റേ നമ്മുടെ ലൈറ്റ് സെറ്റിങ്ങും സൗണ്ടും ഒക്കെ? അതെല്ലാം ഭയങ്കര നല്ല രസമുണ്ടായിരുന്നു. എക്സൈറ്റഡ് ആയിരുന്നു. പിള്ളേരെല്ലാം എൻജോയ് ചെയ്തു നിങ്ങളുടെ ടീമുകളൊക്കെ? പിന്നെ ലൈറ്റ് സെറ്റിംഗ് സൗണ്ട് സെറ്റിംഗ് എല്ലാം അടിപൊളിയായിരുന്നു. പകരയും ദേശങ്ങൾ പലതായെന്നാലും കാലങ്ങൾ കുറയായെന്നാലും ഞങ്ങൾ പയ്യാവൂർ പ്രവാസികൾ തൻ ഒരുമയിലൊരു ഗണമുണരുകയാണല്ലോ. ഞങ്ങൾ പയ്യാവൂർ പ്രവാസികൾ തൻ ഒരുമയിലൊരു ഗണമുണരുകയാണല്ലോ.